മാർച്ച് 21-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് ഗവൺമെൻറ് വിവിധ വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ വിവിധ കണ്ടന്റുകളെ ബ്ലോക്ക് ചെയ്യാൻ ആവശ്യപ്പെടുന്ന ഓർഡേഴ്സിനെ എക്സ് കോർപ്പറേഷൻ, അതായത് പണ്ടത്തെ ട്വിറ്റർ ചാലഞ്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. കർണാടക ഹൈക്കോടതിയിലാണ് ചാലഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ ഒരു ഇൻഫർമേഷൻ ടെക്നോളജി ആക്റ്റുമായി ബന്ധപ്പെട്ട ഈ ഒരു ബ്ലോക്കിംഗ് ഓർഡേഴ്സുമായി ബന്ധപ്പെട്ട ഇഷ്യൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. എക്സ് കോർപ്പറേഷൻ, അതായത് ഫോർമർലി ട്വിറ്റർ എന്ന് പറയുന്ന സ്ഥാപനം, ട്വിറ്റർ ഇന്ന് എക്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഇന്ത്യൻ ഗവൺമെന്റ് വിവിധ രീതിയിൽ കണ്ടന്റ് ബ്ലോക്കിങ്ങിന് വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. ഇതിനെ ചാലഞ്ച് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഗവൺമെന്റിനെ സഹയോഗ് പോർട്ടൽ ഒരു സെൻസർഷിപ്പ് പോർട്ടലായിട്ടാണ് വർക്ക് ചെയ്യുന്നതായിട്ടുള്ളത്. അതായത് ഈ ഒരു എക്സിൽ വരുന്ന വിവിധ കണ്ടന്റുകളെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ടെന്നതാണ്. അപ്പോൾ ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് IT ആക്ട് പ്രകാരമാണ് ഇത്തരത്തിലുള്ള ബ്ലോക്കിംഗ് ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യേണ്ടതായിട്ടുള്ളത്. അത് ആക്ച്വലി ചെയ്യേണ്ടത് സെക്ഷൻ 69A പ്രകാരമാണ്. സെക്ഷൻ 69A പ്രകാരമാണ് ബ്ലോക്കിംഗ് ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യേണ്ടതായിട്ടുള്ളത്. കാരണം ഈ ഒരു സെക്ഷൻ 69A എന്ന് പറയുന്നത് മിസ്യൂസ് തടയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷൻ ആണ് എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതായിട്ട്. അതേസമയത്ത് ഗവൺമെന്റ് സെക്ഷൻ 79 ക്ലോസ് 3 ക്ലോസ് B പ്രകാരമാണ് അതിനെ മിസ്യൂസ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ഇന്റർമീഡിയറ്ററീസ് ആയിട്ടുള്ള ഈ ഒരു എക്സ് പോലുള്ള മീഡിയംസിന്റെ മേലെ ഉത്തരവാദിത്തം വെച്ചുകൊണ്ട് അവരെ കൊണ്ട് ബ്ലോക്ക് ചെയ്യിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നാണ് പറഞ്ഞത്. സെക്ഷൻ 79 പ്രകാരമുള്ള ഓർഡേഴ്സ് അതായത് ഇല്ലീഗൽ കണ്ടന്റിനെ നീക്കം ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ്, അല്ലാതെ ബ്ലോക്കിംഗ് ഓർഡേഴ്സ് അല്ല എന്നുള്ളതാണ് ഗവൺമെന്റ് ആവശ്യപ്പെടുന്നതും കൂടി പറയുന്നതും കൂടി ഓർത്ത് വെക്കാം. ഏതായാലും എക്സ് കോർപ്പറേഷൻ ഇത്തരത്തിലുള്ള ഗവൺമെന്റിന്റെ ഈ ഒരു സെൻസർഷിപ്പ് മൂവിനെതിരെ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. സെക്ഷൻ 69A പ്രകാരമാണ് ഓർഡേഴ്സ് ഇറക്കിയെങ്കിൽ മാത്രമേ ബ്ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ഗവൺമെന്റ് ഈ ഒരു സഹ്യോ പോർട്ടൽ പറയുന്നത് പ്രകാരം ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളതും കൂടി ഓർത്ത് വെക്കാം. അപ്പൊ ഈ ഒരു ഗവൺമെന്റ് ഈ ഗവൺമെന്റിന്റെ വാദം കേട്ടതിന് ശേഷം ഈ ഒരു പോർട്ടലിന്റെ ലീഗാലിറ്റി, സഹയോഗ് പോർട്ടലിന്റെ ലീഗാലിറ്റിയെ കുറിച്ച് ഗവൺമെന്റ് കോർട്ട് പരിശോധിക്കും. അതിനുശേഷം ഇത് വരും എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ 79ഓളം ഓർഡേഴ്സ് ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത, ഫിനാൻസ് കമ്മീഷന് മുന്നായിട്ട് ബീഹാർ സ്പെഷ്യൽ സ്റ്റേറ്റ്സ് കാറ്റഗറിക്ക് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു എന്നുള്ള വാർത്തയാണ്. അപ്പോൾ എന്താണ് ഈ ഒരു സ്പെഷ്യൽ സ്റ്റേറ്റ് സ്റ്റാറ്റസ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ബീഹാറിൽ അവർ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസിന് വേണ്ടിയിട്ടാണ് 16 ഫിനാൻസ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കമ്മീഷൻ ബീഹാർ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് കമ്മീഷൻ ചെയർമാൻ ആയിട്ടുള്ള അരവിന്ദ് പനിഗരിയോട് ഈ ഒരു ബീഹാർ ഗവൺമെന്റ് ഇത്തരത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫിനാൻസ് കമ്മീഷൻ ഇത്തരത്തിൽ ഒരു സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് ഗ്രാന്റ് ചെയ്യാനുള്ള അധികാരം ഈ ഒരു ഫിനാൻസ് കമ്മീഷൻ ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് ഓർത്തു വെക്കേണ്ട കാര്യം, നിലവിൽ ഒരു സ്റ്റേറ്റിനും സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് ഇല്ല. ഈ ഒരു സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് ഉണ്ടായിരുന്നത് പണ്ട് പ്ലാനിംഗ് കമ്മീഷന്റെ സമയത്ത് ചില പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള പദവികൾ നൽകിയും പ്രത്യേകമായിട്ടുള്ള പരിഗണന നൽകിയും അവയ്ക്ക് ടാക്സ് ബ്രേക്കുകൾ നൽകിയും തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സെൻട്രൽ ഗവൺമെന്റിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, പ്രത്യേകിച്ചും പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്കാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് സംസ്ഥാനങ്ങളെ സ്പെഷ്യൽ സ്റ്റേറ്റ്സ് അതുപോലെ ജനറൽ സ്റ്റേറ്റ്സ് എന്നിങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് ഓർത്തു വെക്കേണ്ടതാണ്. എന്നാൽ ഇത് പ്ലാനിംഗ് കമ്മീഷന്റെ സമയത്താണ് ചെയ്തത്. 2015 പ്ലാനിംഗ് കമ്മീഷൻ പോയി നിതി ആയോഗ് വന്നു. അതോടുകൂടി ഈ ഒരു പ്രാക്ടീസ് അവസാനിച്ചിട്ടുള്ളതാണ് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ ഈ ഒരു വോട്ടർ ടേൺ അറൗണ്ട് ഡാറ്റ പബ്ലിഷ് ചെയ്യാം എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇലക്ഷനിൽ കുറെ കൂടി ട്രാൻസ്പെറൻസി കൊണ്ടുവരുന്നതിന് വേണ്ടി ഇത് സഹായിക്കും എന്നുള്ളതാണ് കരുതുന്നത് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈ ഒരു ബൂത്ത് വൈസ് വോട്ടിംഗ് നമ്പേഴ്സ്, ഓരോ ബൂത്തിലും എത്ര പേരാണ് വോട്ട് ചെയ്തത് എന്നുള്ളതിന്റെ ഫോം 17C എന്ന് വിളിക്കും, ഈ ഒരു ഡാറ്റ പബ്ലിഷ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഈ ഒരു ഡാറ്റ ആ ഒരു കാൻഡിഡേറ്റ്സിനും അവരുടെ ഏജന്റ്സിനും മാത്രമേ നൽകുന്നുണ്ടായിരുന്നു, പബ്ലിക്കലി അവൈലബിൾ ആയിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ പുതിയ ഇലക്ഷൻ കമ്മീഷണർ അധികാരത്തിൽ വന്നതോടെ അദ്ദേഹം ഈ ഒരു ഫോം 17CA പബ്ലിക്കലി പബ്ലിഷ് ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പെറ്റീഷനോട് ഓൾറെഡി ഈ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഈ ഒരു വിഷയം ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ഫുൾ കംപ്ലീറ്റ് ഡാറ്റ ഡിസ്ക്ലോസ് ചെയ്യോ എന്നുള്ളത് വ്യക്തമായിട്ടില്ല, പക്ഷെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ട്രാൻസ്പെറൻസി കൊണ്ടുവരാൻ വേണ്ടി പറ്റും. വോട്ടർ ടേൺ അറൗണ്ട് എത്ര പേര് വോട്ട് ചെയ്തു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. പലപ്പോഴും ഇനീഷ്യലി പ്രഖ്യാപിക്കുന്ന വോട്ടിംഗ് നമ്പറും ഫൈനലി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പറയുന്ന ഫൈനൽ നമ്പേഴ്സ് തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ, ലക്ഷങ്ങളുടെയൊക്കെ വ്യത്യാസം ഉണ്ടാവുന്നുണ്ട് ഓരോ മണ്ഡലത്തിലും. പ്രത്യേകിച്ചും അവിടെ ജയിക്കുന്നത് 30,000 20,000 വോട്ടിനൊക്കെ ആയിരിക്കും, പക്ഷെ ലക്ഷങ്ങളുടെ വ്യത്യാസമാണ് വോട്ടിങ്ങിൽ. അപ്പോൾ അത് പലതരത്തിലുള്ള കൃത്രിമത്വം നടക്കുന്നുണ്ടോ എന്നുള്ള സംശയം ഉയർത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫോം 17
ട്രാൻസ്പെറൻസി നൽകുകയാണ്. ഓരോ ബൂത്തിലും എത്ര പേര് വോട്ട് ചെയ്തു എന്നൊക്കെ നൽകുകയാണെങ്കിൽ കുറച്ചുകൂടി ട്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് എത്ര വോട്ടേഴ്സ് വോട്ട് ചെയ്തു, അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് ഓഫ് ഡിസ്ക്രിപ്പൻസി ഉണ്ടായിരുന്നു തുടങ്ങിയിട്ടുള്ള ഡാറ്റയൊന്നും കൃത്യമായിട്ട് അവൈലബിൾ അല്ലാത്ത ഇലക്ഷനുമായി ബന്ധപ്പെട്ട പലപ്പോഴും ഡിസ്പ്യൂട്ടുകൾ റേസ് ചെയ്യാറുണ്ടെന്ന് ഓർക്കുക. അപ്പോൾ ഈ ഒരു പെറ്റീഷനേഴ്സിന് കോടതിയിൽ പോയപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അനുകൂലമായിട്ടാണ് പറഞ്ഞത്. അവർ ഈ ഒരു ഡാറ്റ പുറത്തേക്ക് വിടാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ചുകൂടി ട്രാൻസ്പെറൻസി കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഇലക്ഷൻ പ്രൊസീജിയേഴ്സിനെ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് ഇംപ്രവൈസ് ചെയ്യേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. കൂടുതൽ ട്രാൻസ്പെറൻസിയും എഫിഷ്യൻസിയും കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് എന്നുകൂടി എഡിറ്റോറിയൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞാൽ വലിയ ടെക് ജയന്റ് കമ്പനികളെ പോലീസിങ് ചെയ്യും അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസിനെ കുറിച്ച് അല്ലെങ്കിൽ ചാലഞ്ചിനെ കുറിച്ചാണ് പറയുന്നതായിട്ടുള്ളത്. ഇതിന് ആക്ച്വൽ കാരണം എന്ന് വെച്ചാൽ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നമ്മളുടെ രാജ്യത്ത് ആന്റി കോമ്പറ്റേറ്റീവ് പ്രാക്ടീസസ്, അതായത് മാർക്കറ്റിൽ കോമ്പറ്റീഷൻ വേണം വിവിധ കമ്പനികൾ തമ്മിൽ, പക്ഷേ ഏതെങ്കിലും ഒരു കമ്പനി അവരുടെ മോണോപോളി ഉപയോഗിച്ചുകൊണ്ട് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ആന്റി കോമ്പറ്റേറ്റീവ് പ്രാക്ടീസ് എന്ന് വിളിക്കാറുള്ളത്. അപ്പോൾ മെറ്റ എന്ന് പറയുന്നത് നമ്മുടെ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം ഇതിന്റെയൊക്കെ പാരന്റ് കമ്പനിയാണ് മെറ്റ എന്ന് പറയുന്നത്. മെറ്റക്ക് 213 കോടിയുടെ പിഴ ചുമത്തിയിട്ടുണ്ടായിരുന്നു കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നവംബർ മാസത്തിൽ. അതേപോലെ തന്നെ വാട്സപ്പ് അവരുടെ ഡാറ്റ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമുമായിട്ടും ഫേസ്ബുക്കുമായിട്ടും ഒക്കെ. അപ്പോൾ ആ ഒരു പ്രോസസ്സിന് 5 വർഷത്തെ ബാൻ, ഡാറ്റ ഷെയറിംഗ് ചെയ്യാൻ പറ്റില്ല എന്ന് വാട്സപ്പിന് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഓർത്തുവെക്കുക. അപ്പോൾ ഇതിന് അപ്പീലായിട്ട് നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രൈബ്യൂണലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ NC-CLAT ഈ ഒരു ഓർഡറിനെ ബാൻ ചെയ്യുന്ന ഓർഡറിനെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പെനാൽറ്റി അടക്കുന്നതും സ്റ്റേ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ 50% അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈ ഒരു വിഷയം പരിശോധിക്കുമ്പോൾ മെറ്റ അതിന്റെ ആ ഒരു ഡൊമിനന്റ് പൊസിഷൻ, മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന രീതിയിൽ ഈ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഡാറ്റ ഷെയറിംഗ് എഗ്രിമെന്റുകൾ നിർബന്ധമായിട്ടും അംഗീകരിക്കണം എന്നുള്ളൊരു നിബന്ധന വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഒരു ഡാറ്റ എന്ന് പറയുന്നത് 21ാം സെഞ്ചുറിയിൽ വളരെ ക്രൂഷ്യൽ ആണ്. കാരണം അത് ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ കമ്പനീസ് ആയിട്ടുള്ള മെറ്റ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പിന്റെ കയ്യിലൊക്കെ നമ്മുടെ ഒരുപാട് ഡാറ്റ ഉണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് അവർ അൽഗോരിതത്തെ റിഫൈൻ ചെയ്യാനും ടാർഗറ്റഡ് അഡ്വർടൈസിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ ഈ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നെറ്റ്വർക്ക് ഇഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് കൂടുതൽ ആൾക്കാർ ഇടപെടുന്ന സമയത്ത് കൂടുതൽ ഡാറ്റ ക്രിയേറ്റ് ചെയ്യപ്പെടും. അതായത് അങ്ങനെ ഈ ഒരു സ്ഥാപനത്തിന് ഒരു ഡൊമിനന്റ് പൊസിഷനിലേക്ക് ഉയർന്നു വരാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഡാറ്റ ഡൊമിനൻസ് ഉണ്ടാകുമ്പോൾ, ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ കയ്യിൽ ഉണ്ടാകുന്ന സമയത്ത് ആന്റി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്രവർത്തികളിലേക്ക് ഇത് നയിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതാണ് മെറ്റക്കെതിരെ ഇപ്പോൾ നടപടി എടുത്തിട്ടുള്ളത്. മുന്നേ ഗൂഗിളിന് അഗെയിൻസ്റ്റ് ആയിട്ടും ഇതേപോലുള്ള ഒരു നടപടി കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എടുത്തിട്ടുണ്ടെന്നും കൂടി ഓർത്തു വെക്കേണ്ടത് തന്നെ. അപ്പോൾ ഈ ഒരു നമ്മുടെ രാജ്യത്തുള്ള ഡാറ്റ പ്രൊട്ടക്ഷൻ ലോ കൃത്യമായിട്ട് അതിന്റെ റൂൾസ് നിലവിൽ വന്നിട്ടില്ല. പക്ഷേ യൂറോപ്യൻ യൂണിയന്റെ ഒക്കെ ഡാറ്റ പ്രൊട്ടക്ഷൻ ലോയിൽ വളരെ കൃത്യമായിട്ട് ഡാറ്റയുടെ മിസ്യൂസിനെ സംബന്ധിച്ച്, പ്രൈവസി എറോഷനെ സംബന്ധിച്ച്, കോമ്പറ്റീഷൻ ബാരിയേഴ്സിനെ കുറിച്ചും ഒക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ മെറ്റ അതുപോലെ തന്നെ മറ്റ് വലിയ ടെക് ജയന്റ്സ്, ഗൂഗിൾ പോലുള്ള കമ്പനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ മാത്രമല്ല US-ലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഡാറ്റ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആന്റി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്രാക്ടീസുകൾ അല്ലെങ്കിൽ മാർക്കറ്റിൽ ഡൊമിനന്റ് ആയിട്ടുള്ള പൊസിഷൻ ഉപയോഗിച്ചുകൊണ്ട് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നൊക്കെ ഇല്ലീഗൽ ആണ് എന്ന് കൂടി ഓർത്തു വെക്കുന്നത്. അപ്പോൾ യൂറോപ്യൻ യൂണിയന്റെ ഡിജിറ്റൽ മാർക്കറ്റ് ആക്ട്സിൽ ഈ ഒരു വലിയ ഓൺലൈൻ ഫേമുകളെയൊക്കെ പ്ലാറ്റ്ഫോമുകളെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി പ്രൊആക്റ്റീവ് ആയിട്ടുള്ള അപ്രോച്ചാണ്. അപ്പോൾ മറ്റ് ടെക് ജയൻസ് ആയിട്ടുള്ള ഗൂഗിളും മറ്റുമൊക്കെ ഇത്തരത്തിലുള്ള ഫൈൻസും റെഗുലേറ്ററി ആക്ഷൻസും ഒക്കെ നേരിട്ടിട്ടുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യയിൽ കോമ്പറ്റീഷൻ ആക്ട് 2002 ആണുള്ളത്. ഈ ഒരു ഡാറ്റ സെൻട്രിക് ആയിട്ടുള്ള പോളിസീസിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോമ്പറ്റീഷൻ ആക്ട് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ അമെൻമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഡാറ്റ മോണോപ്പൊളൈസേഷനെ തടയുന്ന രീതിയിലുള്ള അമെൻമെന്റുകൾ ആവശ്യമാണ്, പ്രത്യേകിച്ച് മാർക്കറ്റ് ഡൊമിനൻസിനെ യൂസ് ചെയ്യുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് 2023 കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കോമ്പറ്റീഷൻ ലോയെ കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു സംഭവമാണെന്ന് കൂടി ഓർത്തുക. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി പറ്റും എന്ന് കൂടി ഓർത്തുക. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ അവരുടെ കോമ്പറ്റീഷൻ ലോയും DMAയും GDPR പോലെയൊക്കെ കമ്പൈൻ ചെയ്തത് ഇന്ത്യക്ക് ഒരു മാതൃകയായി എടുത്തുകൊണ്ട് ഇന്ത്യ റാപ്പിഡ്ലി ഡെവലപ്പിംഗ് ആയിട്ടുള്ള എക്കണോമിക് അനുസരിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാണ്. അതിനനുസരിച്ച് നിയമങ്ങളിൽ അല്ലെങ്കിൽ സ്റ്റെപ്പുകൾ ഇംപ്രൊവൈസ് ചെയ്യേണ്ടത് എന്നുകൂടി
ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം വിവിധ മൾട്ടിലാറ്ററൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിന്ന് പുറത്തേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. യുഎസിന്റെ പ്രാതിനിധ്യം ഒഴിവാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് മൾട്ടിലാറ്ററലിസത്തിൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലോയിൽ നിന്നുള്ള ഒരു പിന്മാറ്റമാണ് എന്നുള്ള ഒരു കാര്യമാണ് ഓതർ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വന്നപ്പോൾ അമേരിക്ക ഫസ്റ്റ് പോളിസി വന്നു. അതിന്റെ ഭാഗമായിട്ട് അമേരിക്ക വിവിധ ഏജൻസികളിൽ നിന്ന് പുറത്തേക്ക് പോയി. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, UNHRC, അതുപോലെ പാരീസ് ക്ലൈമറ്റ് എഗ്രിമെന്റ് നിന്നൊക്കെ ട്രംപ് പുറത്തേക്ക് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ യുണൈറ്റഡ് നാഷൻസിന്റെ ഡിബാക്കിൾ ഫണ്ട് ഫണ്ടിൽ നിന്നും കംപ്ലീറ്റ്ലി ഡിസെൻഗേജ് ചെയ്യുന്നതിന് വേണ്ടിയും US എയ്ഡ് നിർത്തലാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുള്ളതെന്നും കൂടി ഓർക്കുക. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിനെതിരെ സാങ്ഷൻസ് ഇറക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു ഡൊണാൾഡ് ട്രംപ് ശ്രമിച്ചിട്ടുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിരുന്നു. അപ്പൊ ഈ ഒരു സംഭവങ്ങളെല്ലാം തന്നെ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ലെജിറ്റമസിയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് എന്ന് കൂടി ഓർത്തു വെക്കുക. കാരണം അമേരിക്ക പറയും നമ്മളിനി UN ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ രാജ്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ UN പ്രസക്തി ഇല്ലാത്ത അവസ്ഥ വരും എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ മൾട്ടിലാറ്ററൽ പൊളിറ്റിക്കൽ കോർപ്പറേഷനിൽ നിന്നുമൊക്കെ പിന്മാറുക അല്ലെങ്കിൽ അതിൽ നിന്നെതിരെ സാങ്ഷൻസ് ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഒരു റൂൾ ബേസ്ഡ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ഓർഡറിന് അതിന് എഗെയിൻസ്റ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ സാങ്ഷൻസ് യുഎസിന്റെ ഹിസ്റ്റോറിക്കൽ റോള് പ്രത്യേകിച്ചും ഈ ഒരു ന്യൂംബർഗ് ട്രൈബ്യൂണൽ പോലുള്ള ഇന്റർനാഷണൽ ജസ്റ്റിസ് മെക്കാനിസം ഡെവലപ്പ് ചെയ്തതിന് US ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. സെയിം കാര്യം അവിടെ ഇപ്പോ ഈ ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ചെയ്യുമ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുകയാണ് അമേരിക്ക ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ന്യൂംബർഗ് ട്രയൽ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് വേൾഡ് വാറിൽ പ്രത്യേകിച്ചും ജീനോസൈഡ്, വോർ ക്രൈംസ് തുടങ്ങിയിട്ടുള്ള കുറ്റങ്ങൾ ചെയ്ത ആൾക്കാരെ അക്കൗണ്ടബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് സെക്കൻഡ് വേൾഡ് വാറിൽ ന്യൂംബർഗ് ട്രയൽ നടത്തിയിട്ടുണ്ടായിരുന്നത് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ അമേരിക്ക വിവിധ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പിന്മാറുന്നത് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ വാല്യൂവിനെ ഇല്ലാതാക്കുന്നതിന് കാരണമാകും. പ്രത്യേകിച്ചും ഗ്ലോബൽ ഇഷ്യൂസ് ആയിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ച്, ഹെൽത്ത്, ഹ്യൂമൻ റൈറ്റ്സ് തുടങ്ങിയുള്ളതിൽ ഇടപെടുന്നതിന് അവർക്ക് പരിമിതികൾ രൂപപ്പെടും എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അതേസമയത്ത് അഡ്മിനിസ്ട്രേഷൻ എക്കണോമിക് നാഷണലിസത്തിലേക്ക് പ്രത്യേകിച്ചും വലിയ താരിഫുകളാണ് അവർ പ്രൊട്ടക്ഷനിസത്തിന് വേണ്ടി ഇമ്പോസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് റെസിപ്രോക്കൽ താരിഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ നിന്നുള്ള പ്രൊഡക്റ്റുകൾക്കൊക്കെ കൂടുതൽ താരിഫ് വരും. ഇത് കൂടാതെ ഇത് മൾട്ടിലാറ്ററൽ ട്രേഡിംഗ് സിസ്റ്റത്തെ ഒക്കെ തകർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. ഇന്റർനാഷണലി പ്രൈസിങ് വർദ്ധിക്കുന്നതിന് കാരണമാകും എന്ന് കൂടി ഓർത്തു വെക്കുന്നുണ്ട്. അപ്പോൾ WTOയുടെ അപ്പലേറ്റ് ബോഡി അതിലേക്കുള്ള അപ്പോയിന്റ്മെന്റുകളെയൊക്കെ US ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ പ്രവർത്തനത്തെ തന്നെ ഒരു ക്രൈസിസിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യത്തിലേക്കായിരുന്നു എന്ന് കൂടി ഓർത്തുവെക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള USന്റെ റിട്ടാലിയേഷൻ മെഷേഴ്സ് അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന പോളിസി പറഞ്ഞുകൊണ്ടുള്ളത് ഒരു ഇന്റർനാഷണലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് അല്ല. അവർ അമേരിക്കയുടെ മാത്രം താല്പര്യം നോക്കി മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു സ്റ്റാൻഡാണ് രാജ്യങ്ങളുടെ ഭാഗത്തുള്ളത്. പക്ഷേ നോൺ വെസ്റ്റേൺ നാഷൻസിന് ഇത് ഓപ്പർച്യൂണിറ്റി ആണ്. പ്രത്യേകിച്ചും അമേരിക്ക പിറകോട്ട് പോകുമ്പോൾ ആ ഒരു ലീഡർഷിപ്പ് റോളിലേക്ക് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് ഉയർന്നു വരാൻ വേണ്ടി പറ്റും എന്ന് കൂടി ഓർത്തു വെക്കുക. അതേസമയത്ത് മൾട്ടിലാറ്ററലിസം അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലോസ് കൃത്യമായിട്ട് റീഇൻഫോഴ്സ് ചെയ്യേണ്ടതായിട്ട് UN സെക്യൂരിറ്റി കൗൺസിലൊക്കെ റീഫോം ചെയ്തുകൊണ്ട് കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം വരുത്താനുള്ള ശ്രമങ്ങളും ഉണ്ടാവേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഓർത്തു വെക്കാം. അടുത്തത് ഈ ഒരു ഹാബിച്വൽ ലോ ഒഫൻഡേഴ്സുമായി ബന്ധപ്പെട്ട ലോസും അത് അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് എന്ന് ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതി പ്രത്യേകിച്ചും എന്താണ് ഈ ഹാബിച്വൽ ഒഫൻഡർ അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ അർത്ഥം എന്താണ്, അത് കൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് ആണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഗവൺമെന്റിനോട് ചോദിച്ചിട്ടുള്ളതെന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അതായത് ചില പ്രത്യേക കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ ഡീനോട്ടിഫൈഡ് ട്രൈബ്സ് എന്ന് പറഞ്ഞ് അവരെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലാണ് പോകുന്നത്. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു വെച്ചാൽ സ്റ്റേറ്റുകൾ ഈ ഒരു നിയമങ്ങൾ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം എന്നുകൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കാം. അപ്പോൾ പലപ്പോഴും പ്രിസൺ മാനുവലിലും മറ്റുമൊക്കെ ഹാബിച്വൽ ഒഫൻഡേഴ്സിനെ പ്രത്യേകിച്ച് ഡീനോട്ടിഫൈഡ് ആയിട്ടുള്ള ട്രൈബ്സിനെയൊക്കെ ഹാബിച്വൽ ഒഫൻഡേഴ്സ് ആയിട്ട് കാണിക്കുന്നുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കാം. അപ്പോൾ എന്താണ് ഈ ഒരു ഹാബിച്വൽ ഒഫൻഡേഴ്സ്? ഹാബിച്വൽ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് കുറ്റം ചെയ്യുന്ന ആൾ, സ്ഥിരം കള്ളൻ, സ്ഥിരം മോഷ്ടാവ് എന്നൊക്കെ പറയുന്നത് പോലെ സ്ഥിരം കുറ്റവാളി എന്നുള്ളതാണ്. ഇത് ആക്ച്വലി ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ക്രിമിനൽ ട്രൈബ്സ് ആക്ട് 1871 ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണ് ഈ ഒരു ക്രിമിനൽ ട്രൈബ്സ് ആക്ട്. ഈ ഒരു ആക്ട് വരാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് 1853 ഇന്ത്യയിൽ റെയിൽവേ ലൈൻ തുടങ്ങിയപ്പോൾ റെയിൽവേയുടെ ട്രാക്കുകൾ സ്ഥാപിക്കുന്നതിന് അടിയിൽ ബീമായിട്ട് മരത്തടികളാണ് വേണ്ടത്. ഈ മരത്തടികൾ വനത്തിലാണുള്ളത്. ബ്രിട്ടീഷുകാർ വനത്തിലേക്ക് കയറുന്ന മരത്തടികൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവിടുത്തെ ട്രൈബൽ ഗ്രൂപ്പുകൾ ഇതിനെതിരെ പ്രതിഷേധിച്ചു. അവരതിനെതിരെ അമ്പും വില്ലും ഒക്കെ എടുത്ത് യുദ്ധം ചെയ്തു. അപ്പൊ ഇവരെ ഒരു അക്രമികളായി എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ ക്രിമിനൽ ട്രൈബ്സ് എന്ന് ആ ഒരു കമ്മ്യൂണിറ്റീസിനെയൊക്കെ ക്രിമിനൽ ട്രൈബ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആക്ട് ഇറക്കുകയാണ് ചെയ്തത്. ഈ ക്രിമിനൽ ട്രൈബ്സ് ആക്ടിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു
ആ ഒരു കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരെ മുൻകൂട്ടി അവർ കള്ളന്മാരാണ്, മോഷ്ടാക്കളാണ്, അക്രമികളാണെന്ന് കണ്ടുപിടിച്ചത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ക്രിമിനൽ ട്രൈബ്സ് ആക്ട് റിപ്പീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനു പകരം ഹാബിച്വൽ ഒഫൻഡർ എന്ന് പറയുന്ന നിയമമാണ് കൊണ്ടുവന്നത്, സ്ഥിരമായിട്ട് കുറ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നുള്ളത്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ പോലും ഇന്നും ആ ഒരു ഡീനോട്ടിഫൈഡ് ആയിട്ടുള്ള ട്രൈബൽ ഗ്രൂപ്പുകളെ തന്നെയാണ് ഈ ഒരു ഹാബിച്വൽ ഒഫൻഡർ എന്ന രീതിയിൽ ആൾക്കാർ നോക്കിക്കാണുന്നത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. ഈവൻ പോലീസ് ആയാൽ പോലും എന്നുകൂടി ഓർത്തു വെക്കാം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഈ ഒരു കമ്മ്യൂണിറ്റീസിനെ ക്രിമിനലൈസ് ചെയ്യുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ 1790 മുതൽ നിയമം കൊണ്ടുവന്നിരുന്നു. അതുപോലെ 1924 ഈ ഒരു ക്രിമിനൽ ട്രൈബ്സ് ആക്ട് കുറച്ചുകൂടി കൂടുതൽ ട്രൈബ്സിനൊക്കെ ആക്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് അപ്ലൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ എന്താണ് ഈ ഹാബിച്വൽ ഒഫൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ഥിരമായിട്ട് മോഷ്ടിക്കുന്ന ആള്, അല്ലെങ്കിൽ എ ഗ്യാങ് ഓഫ് ഡെക്കോയിറ്റ്, കള്ളന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആള്, അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ വഴി വരുമാനം ഉണ്ടാക്കുക, ഇത്തരത്തിലുള്ള ഒരു ടാഗ് ആൾക്കാരുടെ മേലെ ചെലുത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രത്യേക രജിസ്റ്റർ തന്നെ ഇത്തരം ആൾക്കാർക്ക് വേണ്ടി കീപ്പ് ചെയ്യുന്നു. ഇതൊക്കെ ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ്, അത്തരത്തിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഓതേഴ്സ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി പോയത് എന്ന് കൂടി ഓർത്തു വെക്കാൻ തന്നെ. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ആർമഡ് ഫോഴ്സ് സ്പെഷ്യൽ പവേഴ്സ് ആക്ടിനെ മണിപ്പൂരിലെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കണം എന്നുള്ളതാണ് ആർമി ആവശ്യപ്പെടുന്നത്. അപ്പോൾ എന്താണ് മണിപ്പൂരിലെ ആർമഡ് ഫോഴ്സ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട്, എന്താണ് ഇത് വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെടാൻ കാരണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആർമി ഹോം മിനിസ്ട്രിയോട് ആവശ്യപ്പെട്ടിട്ടാണ് മണിപ്പൂരിൽ ആർമഡ് ഫോഴ്സ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മണിപ്പൂരിൽ നവംബർ 2024 അവിടുത്തെ എത്നിക് കോൺഫ്ലിക്റ്റ് ഇല്ലാതാക്കി അവിടെ സമാധാനത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ആർമഡ് ഫോഴ്സ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് ഒക്കെ കൊണ്ടുവന്നുള്ളത്. യൂണിയൻ ഹോം മിനിസ്ട്രി ഈ ഒരു വിഷയം പരിശോധിക്കുകയാണ്. ഒരുപാട് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ, ഉദാഹരണത്തിന് ആസാമിലും നാഗാലാൻഡിലും അരുണാചൽ പ്രദേശിലും മണിപ്പൂരിലും ഒക്കെ കുറച്ചായിട്ടുള്ള പ്രദേശങ്ങൾ ഈ ഒരു ആർമഡ് ഫോഴ്സ് സ്പെഷ്യൽ പവേഴ്സ് ആക്ടിന്റെ കീഴിലുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ എന്താണ് ഈ ഒരു ആർമഡ് ഫോഴ്സ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട്? ആർമഡ് ഫോഴ്സിന് സ്പെഷ്യൽ പവേഴ്സ് നൽകുന്ന ഒരു നിയമമാണ് എന്ന് പറയാൻ പറ്റും. അതായത് സാധാരണ ജനങ്ങളുമായി ബന്ധപ്പെട്ട ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് അത് പ്രധാനമായിട്ടും പോലീസാണ്, അതായത് സിവിൽ പോലീസ് ആണ് ഇതൊക്കെ ചെയ്യുന്നതായിട്ടുള്ളത്. എന്നാൽ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്, അല്ലെങ്കിൽ ഇൻസർജന്റ് ഗ്രൂപ്പുകൾ, ടെററിസ്റ്റ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിലാണ് അവിടെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിലാണ് ആർമഡ് ഫോഴ്സ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് കൊണ്ടുവരിക. അപ്പോൾ അവിടെ പോലീസിന് പകരം പട്ടാളമാണ് ചെല്ലുക എന്ന് കൂടി ഓർത്തു വെക്കുന്നത്. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ കീഴിലാണിത്. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിനാണ് ഉത്തരവുകൾ വരിക എന്ന് കൂടി ഓർത്തു വെക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലാണ് ആർമഡ് ഫോഴ്സ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ ജമ്മു ആൻഡ് കാശ്മീരിലും കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ഓർത്തു വെക്കുന്നത്. അപ്പോൾ ഇത് പ്രകാരം, അതായത് ഈ സാധാരണ ഒരാളെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കോടതി പറ്റില്ല. എന്നാൽ ഈ ഒരു നിയമത്തിൽ ഇൻസർജന്റ് ആക്ടിവിറ്റീസ് ഒക്കെ നടത്തുന്നതുകൊണ്ട് തീവ്രവാദികൾക്കെതിരെ വെടിയുതിർക്കുന്നതിന് വേണ്ടിയും അവരെ കൊന്നാലും അവർ കുറ്റവാളിയായി മാറില്ല എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അത് സാധാരണ ഒരാൾ മറ്റൊരാളെ കൊന്നു കഴിഞ്ഞാൽ അയാൾ കുറ്റവാളിയായി മാറും, പക്ഷെ ഇവിടെ കുറ്റവാളിയായി മാറില്ല. അതുപോലെ തന്നെ വാറന്റ് ഒന്നും ഇല്ലാതെ തന്നെ എവിടെയും കയറി വേണ്ടി സെർച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇത് കൂടാതെ ഈ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫോഴ്സിനെ ഉപയോഗിക്കാം എന്നുള്ളതും ഈ ഒരു പ്രൊവിഷനിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ ഒരു ആർമഡ് ഫോഴ്സ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് ഏർപ്പെടുത്തിയ പ്രദേശങ്ങളിൽ ഇവർ ഏതെങ്കിലും കേസുകളിൽ പെട്ടു എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഇവർ വീട് തകർത്തു എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത്തരം കേസുകൾ നേരെ കോടതിയിലേക്കോ പോലീസ് സ്റ്റേഷനിലോ എടുക്കാൻ പറ്റില്ല. അതിന് സെൻട്രൽ ഗവൺമെന്റിന് മുൻകൂർ പെർമിഷൻ ആവശ്യമുണ്ട് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രദേശത്തെ ആർമഡ് ഫോഴ്സ് സ്പെഷ്യൽ പവേഴ്സ് ആക്ടിന്റെ കീഴിൽ ഡിസ്റ്റർബ്ഡ് ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ, സാധാരണ അവിടെ ഇൻസർജന്റ് ആക്ടിവിറ്റീസുകൾ, അല്ലെങ്കിൽ എത്നിക് വയലൻസുകൾ, സിവിൽ അൺട്രസ്റ്റുകളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു ആർമഡ് ഫോഴ്സ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് കൊണ്ടുവരുന്നത്. 1972 ഈ ഒരു ആക്ട് അമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുവഴി ഈ ഒരു ഡിസ്റ്റർബ്ഡ് ഏരിയ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് എലോങ് വിത്ത് സ്റ്റേറ്റ്സ് കൺകറന്റ് ആയിട്ട് തീരുമാനിക്കേണ്ടതാണ് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ഒരു സ്ഥലത്ത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വാലിഡിറ്റി 3 മാസമാണ്, പക്ഷെ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. നിലവിൽ ആർമഡ് ഫോഴ്സ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് നാഗാലാൻഡിലുണ്ട്, അരുണാചൽ പ്രദേശിലുണ്ട്, അതുപോലെ തന്നെ മണിപ്പൂരിലുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കാം. അപ്പം ഇടയിൽ ഡിസ്റ്റർബ്ഡ് ഏരിയ എന്ന് പറഞ്ഞ പീരിയോഡിക് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഹോം മിനിസ്ട്രി ഇറക്കാറുണ്ട് എന്ന് കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ആർമഡ് ഫോഴ്സ് സ്പെഷ്യൽ പവേഴ്സ് ആക്ടുമായി ബന്ധപ്പെട്ട കുറച്ച് കമ്മിറ്റികളുടെ പേര് നോക്കാം. ആദ്യത്തേത് ജസ്റ്റിസ് ബി.പി. ജീവൻ റെഡ്ഡി കമ്മിറ്റിയാണ്. 2004 പ്രത്യേകിച്ചും ഈ ഒരു അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ടിന്റെ ഭാഗമായിട്ട് ആർമഡ് ഫോഴ്സ് സ്പെഷ്യൽ പവേഴ്സ് ആക്ടിനെ ഉൾപ്പെടുത്താം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേ സെക്കൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ആർമഡ് ഫോഴ്സ്
സ്പെഷ്യൽ പവേഴ്സ് ആക്ടിനെ റിപ്പീൽ ചെയ്യണം എന്നുള്ളതും, അല്ലെങ്കിൽ വ്യക്തികൾക്ക് ഇന്ത്യക്കാർക്ക് ഒരു ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഏലിയനേറ്റഡ് ആയിട്ടുള്ള ഫീൽ ഉണ്ടാവും എന്നാണ് പറഞ്ഞുള്ളത്. അതേപോലെ സമയത്ത് 2013 സന്തോഷ് ഹെഗ്ഡെ കമ്മിറ്റിയിൽ അദ്ദേഹം ഓരോ 6 മാസം കൂടുമ്പോഴും ഈ ഒരു ആംഡ് ഫോഴ്സ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് ഇംപ്ലിമെന്റ് ചെയ്തത് പരിശോധിക്കേണ്ടതായിട്ട്, ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ കണ്ടിന്യൂ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റിസ് വോമ കമ്മിറ്റി, ലേറ്റസ്റ്റ് കമ്മിറ്റി 2013 പറഞ്ഞതെന്ന് വെച്ചാൽ സെക്ഷൽ ക്രൈംസ് അഗെയിൻസ്റ്റ് സെക്ഷൽ വയലൻസ് അഗെയിൻസ്റ്റ് വുമൺ എന്ന് പറയുന്നത് ഈ ഒരു ആംഡ് ഫോഴ്സ് സ്പെഷ്യൽ പവേഴ്സ് ആക്ടിന്റെ കീഴിലല്ല വരേണ്ടതായിട്ടുള്ളത്. അത് ആരുടെ സാധാരണ നോർമൽ ജുഡീഷ്യൽ പ്രോസസ് ഓർഡിനറി ക്രിമിനൽ ലോ പ്രകാരം നടപടികളുമായിട്ട് മുന്നോട്ട് പോകേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അടുത്തൊരു വാർത്ത, നമ്മൾ കഴിഞ്ഞ ദിവസം ഇൻഫ്ലേഷൻ ഡാറ്റ പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു സൗത്തേൺ സ്റ്റേറ്റുകളിലാണ് ഇൻഫ്ലേഷൻ കൂടുതൽ. അപ്പോൾ എന്താണ് ഈ ഒരു സൗത്തേൺ സ്റ്റേറ്റിലെ ഇൻഫ്ലേഷൻ കൂടുതൽ, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇൻഫ്ലേഷൻ കൂടുതൽ കാരണം എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ലേബർ മൈഗ്രേഷൻ ആണ് പറയുന്നത്. നമ്മൾ ഈ ഒരു ഇൻഫ്ലേഷൻ റേറ്റ് കുറവുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മൈഗ്രൻസ് അവരെന്ത് ചെയ്യാണ്, വർക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അവരവിടെ വിട്ടിട്ട് ഹൈ ഇൻകം കിട്ടുന്ന സൗത്തേൺ സ്റ്റേറ്റ്സിൽ കേരള, തമിഴ്നാട് സംസ്ഥാനങ്ങളിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മുടെ കേരളത്തിൽ സാധനങ്ങളുടെ ഡിമാൻഡ് വർദ്ധിക്കും അല്ലേ, കാരണം ഇവർക്കും സാധനങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ ഇതാണ് ഹയർ റീറ്റെയിൽ പ്രൈസസിലേക്ക് പോകുന്നതിന് കാരണമാകുന്നു എന്നുള്ളതാണ്. പാൻഡമിക്കിന് ശേഷം ഇൻഫ്ലേഷൻ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 2.6% ആണ് സൗത്തിൽ, അതേസമയത്ത് നോർത്ത് ഈസ്റ്റിൽ 3.4% വരെ കുറഞ്ഞിട്ടുണ്ടെന്ന് ഓർത്ത് വെക്കുന്നത്. അതായത് ഈ ഒരു സൗത്തേൺ സ്റ്റേറ്റുകളിൽ കൂടുതൽ ടാക്സ് ഉണ്ട്, പെട്രോൾ, ഡീസൽ, ലിക്കർ, ഓട്ടോമൊബൈൽ രജിസ്ട്രേഷന്. ഇതും ഈ ഒരു ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ വിലക്കയറ്റം ഉണ്ടാവുന്നതിന് കാരണമാവുന്നു എന്നുള്ളതാണ്. സൗത്തേൺ സ്റ്റേറ്റ്സിന്റെ ഹയസ്റ്റ് ഷെയർ ഓഫ് സെയിൽസ് ടാക്സ് കളക്ഷൻ ആണ്, 30% എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ലേബർ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആൾക്കാർ കേരളത്തിലേക്ക് മൈഗ്രേറ്റഡ് ആയിട്ട് വർക്കേഴ്സിനായിട്ട് വരുമ്പോൾ അവർക്ക് കേരളത്തിൽ സാധനങ്ങൾ വാങ്ങാനും പറ്റും. ഇത് ഫുഡ് ഇൻഫ്ലേഷനും മറ്റുമൊക്കെ കാരണമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ രാജ്യത്തെ മൊത്തം ഇൻഫ്ലേഷൻ കുറയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, 3.6%ലേക്ക് CPI എത്തിയെങ്കിൽ പോലും കേരളത്തിലെ ഇൻഫ്ലേഷൻ 7.3%-ത്തിലാണുള്ളത്, ഹയസ്റ്റ് ആണ് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഏകദേശം 9 സ്റ്റേറ്റുകളിൽ റൂറൽ ഇൻഫ്ലേഷൻ നാഷണൽ റൂറൽ ആവറേജിനേക്കാൾ കൂടുതലാണ്. 8 സ്റ്റേറ്റുകളിൽ അർബൻ ഇൻഫ്ലേഷൻ നാഷണൽ അർബൻ ആവറേജിനേക്കാൾ കൂടുതലാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ CPI ഇൻഫ്ലേഷൻ കുറവാണ്, 3.9% ആണ് Q4 എക്സ്പെക്ട് ചെയ്യുന്നതായിട്ടുള്ളത്. ആവറേജ് 4.7% വരെ വരാം എന്നുള്ളതാണ്. ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത് വെച്ചാൽ 4 to 4.2% കോർ ഇൻഫ്ലേഷൻ ഉണ്ടാവാം എന്നുള്ള കൂടി കണക്കാക്കുന്നുണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് റേറ്റ് കട്ട് ഒരു 75 ബേസിസ് പോയിന്റ്, അതായത് 0.75% വരെ ഈ ഒരു മോണിറ്ററി പോളിസിയിൽ റിപ്പോ റേറ്റ് കുറക്കും എന്നാണ് കരുതുന്നത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത, ടാറ്റ കമ്മ്യൂണിക്കേഷൻ AI ക്ലൗഡ് സർവീസ് ആയിട്ടുള്ള വായു ലോഞ്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. അപ്പോൾ ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് ആണ് വായു എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ബിസിനസ്സുകൾക്ക് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സിംപ്ലി ഒരു മൾട്ടി ക്ലൗഡ് മാനേജ്മെന്റ്, അതായത് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. വിവിധ ക്ലൗഡ് സർവീസുകളെ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ചും ഇൻഫ്രാസ്ട്രക്ചർ, പ്ലാറ്റ്ഫോംസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സെക്യൂരിറ്റി, കണക്ടിവിറ്റി തുടങ്ങിയൊക്കെ ഉപയോഗിച്ചാണ് ഈ ഒരു വായു എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ക്ലൗഡ് കോസ്റ്റ്, അതായത് ഈ ഡാറ്റയൊക്കെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചെലവ് 15 മുതൽ 25% വരെ കുറക്കാൻ പറ്റും എന്നാണ് ഈ ഒരു ടാറ്റ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. അവർ കൃത്യമായിട്ടുള്ള ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള പ്രൈസിങ് മറ്റും നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഡാറ്റനെ സംബന്ധിച്ചുള്ള മറ്റ് ഹിഡൻ ചാർജസും ഒന്നും തന്നെ ഇല്ല എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. അടുത്തൊരു വാർത്ത നമ്മുടെ രാജ്യത്തുള്ള TB ക്രൈസിസുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ TB ക്രൈസിസുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ജെൻഡർ ഇഷ്യൂസ് ഭയങ്കരമായിട്ട്, അത് സ്ത്രീക്കാണോ രോഗം പുരുഷനാണോ രോഗം എന്നുള്ളത് വളരെ മാറ്റർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഓതർ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് വിഷയം എന്നുള്ളത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഫിസിക്കൽ ചേഞ്ചസ് ഉണ്ടാവും, ഈ TB കാരണം ഫിസിക്കൽ ചേഞ്ചസ് ഉണ്ടാകുന്ന സമയത്ത് സ്ത്രീകൾ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരവരുടെ രോഗം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട്, അതായത് സമൂഹം അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾക്ക് രോഗം മറച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവാം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് അവർ സോഷ്യൽ ഐസൊലേഷനിലേക്ക് പോകും, അവരും ആൾക്കാരോട് ഒന്നും സംസാരിക്കാതെ വീടിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങുന്ന സാഹചര്യത്തിലേക്ക് പോകും. കൂടാതെ ഈ ഒരു രോഗം കുട്ടികളിലേക്കും മറ്റുമൊക്കെ സ്പ്രെഡ് ചെയ്യോ എന്നുള്ള ഭയവും മറ്റുമൊക്കെ ഉള്ളത് കൊണ്ടും ഈ ഒരു രോഗം ചികിത്സിക്കാനോ ഒന്നും പുറത്തു പറയാനോ ശ്രമിക്കുന്നില്ല. അതായത് ഈ ഒരു സിംറ്റംസ് ഉണ്ടായെങ്കിൽ പോലും അതിനെ നോർമലൈസ് ചെയ്തുകൊണ്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും അവരുടെ ആരോഗ്യത്തെ നോക്കുന്നതിന് പകരം അവർ വീട്ടിലുള്ള കെയർ ഗിവിങ്, കുട്ടികളായിക്കോട്ടെ എൽഡേഴ്സ് ആയിക്കോട്ടെ, കെയർ ഗിവിങ്ങിനൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ ബാരിയറാണ്. കാരണം ആശുപത്രിയിൽ പോയി സ്കാൻ ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ ആശുപത്രിയിൽ പോയി പരിശോധന നടത്തണം എന്ന് വെച്ചാൽ ചെലവുള്ള പരിപാടിയാണ്. ഈവൻ ഗവൺമെന്റ് ആശുപത്രിയിലാണ് പോകാനും വരാനും അവിടെ നിന്നുള്ള ചെറിയ ഫീസ് ഒക്കെ അടക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ പുറത്തത്തെ ലാബിലൊക്കെ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ
ഇത്തരത്തിലുള്ള ഒരുപാട് ചെലവ് വർദ്ധിക്കുന്ന സാഹചര്യങ്ങളും ഈ ഒരു കാര്യമൊക്കെ ആൾക്കാർ ആശുപത്രികളിലേക്ക് പോകുന്നതിന് വേണ്ടിയും കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനും തടസ്സമായിട്ടുണ്ട് എന്ന് കൂടി ഓർത്തുവെക്കേണ്ടതാണ്. പലപ്പോഴും ആൾക്കാർ ട്രീറ്റ്മെന്റ് പകുതി വെച്ച് നിർത്തുന്നു എന്നുള്ളത് മറ്റൊരു പ്രശ്നമാണ്. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് പോലുള്ള സാഹചര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ഇത് കാരണമാവും. ലോ ഇൻകം ആയിട്ടുള്ള ആൾക്കാരാണ്, അവരുടെ തൊഴിൽ നഷ്ടപ്പെടുമ്പോൾ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്ത സമയത്ത് അവര് ഈ ഒരു രോഗം മായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുകളിലൊക്കെ നിർത്തുന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള സോഷ്യൽ സപ്പോർട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ വീടുകളിൽ നിന്നും ഈ ഒരു പ്രഷർ വരുന്നു എന്നുള്ളതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായിട്ട് പറയുന്നതായിട്ടുള്ളത്. പ്രത്യേകിച്ചും അവരുടെ പാർട്ട്നേഴ്സിന് TB കാരണം അവർക്ക് പോകുമ്പോൾ അവർക്കും ഈവൻ അബാൻഡൻഡ് ആയിട്ടുള്ള ഒരു ഫീൽ ആണുള്ളത് എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഈ TB എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്ത് TB എലിമിനേഷൻ പ്രോഗ്രാം ഉണ്ട്. 2025 കൂടിയിട്ട് ട്യൂബർകുലോസിസിനെ, ക്ഷയരോഗത്തെ രാജ്യത്ത് നിന്ന് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശമായിട്ടുള്ളത്. വേഗത്തിൽ ഡിറ്റക്ട് ചെയ്യുക, കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക, അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇതൊക്കെയാണ് ഉദ്ദേശമായിട്ടുള്ളത്. അപ്പോൾ ഗവൺമെന്റ് നിക്ഷയ് പോഷൻ യോജന ഒരു ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സ്കീമാണ്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി TB മുക്ത ഭാരത് അഭിയാൻ ന്യൂട്രീഷണൽ സപ്പോർട്ട് നൽകുന്ന സ്കീമാണ്. ഇത്തരത്തിലുള്ള വിവിധ സ്കീമുകൾ നടത്തുന്നുണ്ട്. ഗവൺമെന്റിന്റെ എഫേർട്ട് പ്രധാനപ്പെട്ട ഈ രോഗം വരുന്നത് തടയുക എന്നുള്ളതാണെന്നും കൂടി ഓർത്തു വെക്കേണ്ടത് തന്നെ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് NGOസിനെയും മറ്റുമൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ് ഈ സ്കീംസ് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അത്യാവശ്യം മെഡിസിൻസും ന്യൂട്രീഷണൽ സപ്പോർട്ടും ഒക്കെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരിലേക്ക് NGOs ത്രൂ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാവുന്ന. അപ്പോൾ കമ്മ്യൂണിറ്റിയുടെ എൻഗേജ്മെന്റോട് കൂടിയിട്ട് ഈ ഒരു പ്രൊജക്റ്റുകളെ വലിയ സക്സസ് ആക്കി മാറ്റാൻ പറ്റും എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അപ്പോൾ ഹെൽത്ത് മിനിസ്ട്രി ഓൾറെഡി കുറച്ച് ചാലഞ്ചസിനെ ഐഡന്റിഫൈ ചെയ്യും, ടെക്നിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ ഐഡന്റിഫൈ ചെയ്ത് സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുകൂടി ഓർത്തു വെക്കാം. അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറുമായി ബന്ധപ്പെട്ട എൻഗേജ്മെന്റ്സ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള അഡ്വക്കസി, കമ്മ്യൂണിക്കേഷൻ, സോഷ്യൽ മൊബിലൈസേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എഫേർട്ടുകൾ നടക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തെ TB സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിന്റെ മൊത്തം TB കേസിലെ 27% എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്താണ്. ഏകദേശം 3,31,000 മരണമാണ് ഇന്ത്യയിൽ 2022 ക്ഷയരോഗം മൂലം ഉണ്ടായിട്ടുള്ളതെന്ന് ഓർത്ത് നോക്കാം. അത് ഇതിന്റെ പ്രശ്നമായിട്ട് ഈ പകുതിക്ക് വെച്ച് മരുന്നൊക്കെ നിർത്തുന്നതുകൊണ്ട് വീണ്ടും TB രോഗം വരുമ്പോൾ അത് ഡ്രഗ് റെസിസ്റ്റന്റ് ബാക്ടീരിയയുമായിട്ടൊക്കെയാണ് വരിക. അതുപോലെ തന്നെ HIV രോഗം, അതായത് എയ്ഡ്സ് എന്ന് പറയുന്ന രോഗം അതിന്റെ കൂടെ തന്നെ ഉണ്ടാവുമ്പോൾ സിറ്റുവേഷൻ കുറച്ചുകൂടി ചാലഞ്ചിങ് ആയി മാറും എന്നുള്ളതാണ്. ഓർത്തു വെക്കേണ്ട കാര്യം, TB കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പുരുഷന്മാരിലാണ് കമ്പയർഡ് ടു സ്ത്രീകൾ എന്നുള്ളതാണ്. പക്ഷേ സ്ത്രീകളാണ് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ നേരിടുന്നത് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടത് തന്നെ. അപ്പോൾ ഈ ഒരു സ്റ്റഡീസിൽ പറയുന്നത് വെച്ചാൽ ജെൻഡർ റോൾസിനെ ഈ ഒരു TB കെയറിൽ സ്ത്രീകൾക്ക് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ സിഗ്നിഫിക്കൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു സോഷ്യൽ സ്റ്റിഗ്മ, അല്ലെങ്കിൽ ഈ ഒരു ഹെൽത്ത് സീക്കിംഗ് ആയിട്ടുള്ള ബിഹേവിയർ ഇല്ലാത്തത്, അല്ലെങ്കിൽ പോവർട്ടി, ഇതൊക്കെ തന്നെ പ്രധാനപ്പെട്ട ഹേർഡിൽസ് ആയി നിൽക്കുന്നുണ്ട് എന്നുള്ള പറഞ്ഞുള്ളത്. അപ്പോൾ ഡ്രാഫ്റ്റ് നാഷണൽ സ്ട്രാറ്റജിക് പ്ലാൻ ഫോർ TB 2017-25 എസ്റ്റിമേറ്റ് പ്രകാരം 3 മില്യൺ സ്ത്രീകളെ ഓരോ വർഷവും, 3 മില്യൺ എന്ന് വെച്ചാൽ 30 ലക്ഷത്തോളം സ്ത്രീകളെ ഓരോ വർഷവും TB രോഗം വരുന്നുണ്ട് എന്നാണ് കണക്ക് എന്ന് കൂടി ഓർത്ത് വെക്കാം. അടുത്തൊരു വാർത്ത, ഈ ഒരു TB ഒക്കെ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. മാർച്ച് 24 വേൾഡ് TB ഡേ ആയിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു വാർത്തകളൊക്കെ വന്നിട്ടുള്ളത് എന്ന് കൂടി ഓർത്ത് വെക്കാം. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നേ ദിവസം ഉണ്ടായിരുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.